Meet the editors. ചോദ്യം ഇതാണ്, അട്ടിമറിക്കാനോ? ഈ പകൽ പോലെ വ്യക്തമായതാണ് ആ ദൃശ്യങ്ങൾ. നമ്മൾ തുടർച്ചയായ ദൃശ്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴും ഇതൊരു നിഴലാണ് എന്ന് പറയാൻ ഒരു മടിയും കാണിക്കുന്നില്ല ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതാണ്. മറ്റൊരിടത്ത് സാരി കൊടുക്കുന്നു, വേറൊരിടത്ത് കിറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ഇതാ കയ്യോടെ പിടിക്കുമ്പോൾ കള്ളം പറയുന്നു. അട്ടിമറിക്കാനോ? നിഴലാണ്. നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലേ? നിഴൽ പോലെ ശോഭയുടെ പിന്നാലെ നടക്കുന്നുണ്ട് ഇവർ. ഈ പറഞ്ഞ ഈ യാത്രയിലുടനീളം അവരുടെ കൂടെയുണ്ട്. ആ നിഴലായിട്ട് തന്നെയാണ് ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ കണ്ടതാണ്. വെള്ള ചുരിദാറിട്ട് മുല്ലപ്പൂ ചൂടിയ ഒരു സ്ത്രീയായിരുന്നു ഈ വീടുകളിലൊക്കെ കയറിയത്. നമ്മുടെ അന്വേഷണത്തിൽ, നമ്മുടെ പ്രതിനിധി ഇക്ബാലിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യം പോയത് ഒരു മരണ വീട്ടിലേക്കാണ് കേട്ടോ. ആ മരണ വീട്ടിൽ 15,000 രൂപ കൊടുത്തിട്ടുണ്ട്. 15,000 രൂപ കൊടുത്തതിന് ശേഷം അതിനുശേഷമുള്ള വീടാണ് ഈ ദേവുവിൻ്റെ വീട്. ദേവുവിൻ്റെ വീട് ദരിദ്രമായ ഒരു ജീവിത സാഹചര്യമാണ്. ആ വീടിൻ്റെ അവസ്ഥ നമുക്ക് കണ്ടാൽ അറിയാം. അവർക്ക് മരുന്ന് വാങ്ങാൻ 5,000 രൂപയെങ്കിലും മാസം വേണമെന്ന് പറയുന്നു. അവർ വോട്ട് ചോദിക്കാൻ വരുന്നവരോടൊക്കെ ആ കാര്യം പറയുന്നുണ്ട് എന്ന് ആ പാവം സാധു സ്ത്രീ പറയുന്നുണ്ട്. അവരുടെ ഒപ്പം കാര്യങ്ങൾ വിശദീകരിക്കാൻ മകനല്ലാതെ വേറൊരാളെ കണ്ടല്ലോ, ഒരു വെള്ള ഷർട്ടിട്ട് ഒരാളെ കണ്ടല്ലോ. അദ്ദേഹമാണ് സകല സ്ഥലത്തും ഈ പണപ്പിരിവിന് കൂടെ നടക്കുന്നത്. അദ്ദേഹമാണ് ഈ വിശദീകരണം നൽകുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ പറയുന്നതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് അത് പെൻഷൻ തുകയാണെന്നും പെൻഷൻ തുക കയ്യിൽ പിടിച്ചിങ്ങനെ ഉമ്മർത്തിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ആ കാണുന്നുണ്ട്, ആ പൈസ വെച്ച് കൊടുക്കുന്നത്. മാത്രമല്ല കേട്ടോ, വേറൊരു ശബ്ദരേഖ കൂടിയുണ്ട്. അതായത് അടുത്ത വീട്ടിൽ വേറൊരു പ്രായമുള്ളൊരു ഒരു വ്യക്തിക്ക് പൈസ കൊടുക്കുന്നുണ്ട്. പൈസ കൊടുത്തു എന്നവർ പറയുന്ന ശബ്ദം കൂടി നമുക്ക് കേൾക്കാം. പൈസ കൊടുത്തുട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവർ നടന്നു നീങ്ങുന്നത്. ഇത് കൃത്യമായി ചിത്രീകരിച്ചിരുന്ന കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ വിനേഷ് സർഗ അല്ലേ, കോൺഗ്രസിൻ്റെ വിനേഷ് സർഗ, റിനിൽ, മുഹമ്മദ് ഷാ, KSUവിൻ്റെ പ്രവർത്തകരാണ്. ഈ 3 യുവാക്കളെയും അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ വോട്ടിന് പൈസയും സാരിയും കൊടുക്കുന്നു, ഇത് ഒരു ദിവസമല്ല, കുറച്ച് ദിവസമായി തുടരുന്ന സംഭവമാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു കാര്യം, ഇതിനൊരു തെളിവ് കിട്ടിയിട്ടില്ല. ആ തെളിവിന് വേണ്ടി ശോഭാ സുരേന്ദ്രൻ പുറപ്പെട്ട സമയത്ത് തന്നെ ആ വാഹനത്തിന് പുറകെ, ശരിയാണ്, എൻ്റെ പുറകെ ഒരു കാർ ഉണ്ടായിരുന്നു അവർ പറഞ്ഞത് ശരിയാണ്, ആ കാറ് ഇവരുടെ കാറായിരുന്നു. ആ കാറിലിരുന്ന ആ യുവാക്കളുടെ സംഭാഷണം ഒരു തരത്തിലും ഒരു മോശം വാക്ക്, മോശം പദം നമ്മളുടെ മുന്നിൽ കേൾക്കുന്നില്ല. ഇന്ന് ശോഭാ സുരേന്ദ്രൻ ജനാധിപത്യത്തിന്റെ കരണത്തടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അവർ ഈ കരണം അടിച്ചു പോയിക്കുമെന്ന് പറയുന്ന ഒരു യുവാവിനോട് പറയുന്നുണ്ടല്ലോ, ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ കരണത്താണ് അവർ അടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ്. മുഴുവൻ കളവും അടപടലം പൊളിയുന്നതാണ്. കാരണം എല്ലാം ശോഭ തന്നെ പൊളിക്കുന്നു. ശോഭ തന്നെ നടത്തിയ പ്രതികരണങ്ങളോടെ എല്ലാ കളവും പൊളിയുകയാണ്. ലൈംഗിക ചേഷ്ട കാണിച്ചു അത്രേ. ഒരാൾ ലൈംഗിക ചേഷ്ട കാണിച്ചാൽ അയാളെ ആക്രമിക്കാൻ, അയാൾക്ക് തിരിച്ചടി കൊടുക്കാൻ ഇറങ്ങുന്ന ഒരാൾ ആദ്യം എന്താണ് പ്രതികരിക്കുക? നിങ്ങൾ എന്നോട് എന്താണ് പറഞ്ഞത്, എന്ത് വൃത്തികേടാണ് പറഞ്ഞത് എന്നല്ലേ ആദ്യം ചോദിക്കുക. എൻ്റെ എൻ്റെ ഫോട്ടോ എന്തിനാണ് ചിത്രീകരിച്ചതെന്ന് ചോദിച്ചിട്ട് ആ യുവാവിൻ്റെ ഫോൺ പിടിച്ചു പറിക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെ എവിടെയും ലൈംഗിക ചേഷ്ട ഉണ്ടായിരുന്നില്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഉപയോഗിക്കുന്ന ആയുധമായിട്ട് അവർ അത് കാണുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളെ കളിയാക്കുന്ന സംഭവമാണ്. ഇവർ ഇതൊക്കെ ഒരു ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തൊരു മോശം കാര്യമാണ്. മുഴുവൻ സ്ത്രീകളെ അപമാനിക്കുന്നത്. അവർ പറയുകയാണ് പാലക്കാട്ടെ ജനങ്ങളുടെ വോട്ടർമാരെ അപമാനിക്കും. പാലക്കാട്ടെ വോട്ടർമാരെ ആരാണ് അപമാനിച്ചത്? പാലക്കാട്ടെ വോട്ടർമാരെ അപമാനിച്ചത് ശോഭയാണ്. ശോഭ ഇപ്പോൾ 10 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൻ്റെ ഒരു നേട്ടം പറയുന്നുണ്ട്. ശരിയാണ്, അവർ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളെല്ലാം അവിടെ മുൻപ് ഉണ്ടായിരുന്ന BJP സ്ഥാനാർത്ഥികളെക്കാൾ ഇരട്ടി വോട്ടൊക്കെ നേടിയിട്ടുണ്ട്. പലയിടത്തും വോട്ട് ശതമാനം കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ആലപ്പുഴയിലും വലിയ തോതിൽ തന്നെ അവരെ 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ്. പക്ഷേ ജയിക്കാൻ ഈ പരിപാടിയെ നടക്കൂ എന്നുള്ളതാണ്. ഈ പരിപാടി ഇല്ലാതെ BJPക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ പരിപാടി ഇവിടെ തുടങ്ങിയതാണോ? എത്ര കാലമായി തുടങ്ങുന്നു നോക്കൂ. ഇവിടെ ഈ പ്രചാരണത്തിന് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് ഈ കൊടുക്കാൻ വേണ്ടി ഹോട്ടലിൽ 5 കോടി എത്തിച്ച് ഇതിൽ കേസിൽപ്പെട്ട BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡയ്ക്കാണ് കേരളത്തിൻ്റെ ചുമതല. അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. വിനോദ് താവഡയുടെ ഹോട്ടൽ മുറിയിൽ നിന്നും 9 കോടി പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് കേസും വന്നതാണ്. അദ്ദേഹത്തിനാണ് ഈ ചുമതല മുഴുവൻ കൊടുത്തത്. അദ്ദേഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി പറയുന്ന നിഴൽ പോലെ നിന്നിരിക്കുന്ന സിമി സജീവ്, ഈ സിമി സജീവ് മഹാരാഷ്ട്രയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ശിവരാജ് സിംഗ് ചൗഹാനൊപ്പം വന്നതാണ്. അപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ കഴിഞ്ഞ ദിവസം വന്ന് നടത്തിയ വർഗീയ പ്രസംഗം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ ശോഭാ സുരേന്ദ്രന് വേണ്ടി സിമി സജീവിനെ മഹാരാഷ്ട്രയിൽ നിന്ന് എത്തിച്ചിരിക്കുന്നത് ഈ തുകകൾ എല്ലാ സ്ഥലത്തും എത്തിക്കാനാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് എല്ലാവരും കൊട്ടിക്കലാശത്തിൽ മുഴുകി നിൽക്കുമ്പോൾ ഇവർ സാരി വിതരണത്തിന്റെ തിരക്കിലായിരുന്നു. ഓരോ മേഖലയ്ക്കും ഉണ്ട് കേട്ടോ. അവർ പ്രാദേശികമായി ഇതിനൊക്കെ പ്ലാൻ ഉണ്ട്. ഓരോ സ്ഥലത്തേക്കും എങ്ങനെ സാരി കൊടുക്കണം. ഒരു ഭാഗത്തേക്ക് മുഴുവൻ നീല സാരിയാണ്, ഒരു സ്ഥലത്തേക്ക് മുഴുവൻ ഓറഞ്ച് സാരിയാണ്, ഒരു സ്ഥലത്തേക്ക് മുഴുവൻ ഓറഞ്ചിൽ പുള്ളികളുള്ള സാരിയാണ്. ഇങ്ങനെ സാരി വിതരണം കൃത്യമായി നടത്തിയിട്ടുണ്ട്. ഇനി പറയുന്ന കൊട്ടിക്കലാശത്തിൽ നോക്കിയാലും നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ പല കാര്യങ്ങളും മനസ്സിലാകും. ഇവിടെയുള്ള ആളുകളൊന്നുമല്ല, പുറത്തുനിന്ന് ആളുകൾ എത്തിച്ചിരിക്കുകയാണ്. അവർക്കൊക്കെ കൃത്യമായി വസ്ത്രവും അവരുടെ എല്ലാ കോസ്റ്റ്യൂംസൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിനുള്ള പണം
പണമൊഴുക്കാമല്ലോ, പണമൊഴുക്കാനുള്ള സംവിധാനം ഈ പാർട്ടിക്കുണ്ടല്ലോ. നോക്കൂ, ഈ പാർട്ടിക്ക് എത്രയാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന അവരുടെ കയ്യിലുള്ള പണം എന്നുള്ളതാണ്. 2023-24 അവർക്ക് ഇപ്പോൾ നിരോധിച്ചിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയിരിക്കുന്ന 1755.69 കോടിയാണ് കേട്ടോ. അവരെ സംബന്ധിച്ച് 12,164 കോടി രൂപയുടെ ആസ്തിയുണ്ട്. അങ്ങനെ ആസ്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണം കൊടുത്ത് എല്ലായിടത്തെയും ഭരണം വാങ്ങാം. എന്തൊക്കെ മാർഗങ്ങളുണ്ട്? 6,500 കോടി രൂപയാണ്. അതാണ്. MLA-മാരെ വിലയ്ക്ക് വാങ്ങാം, അതല്ലെങ്കിൽ വോട്ടർമാർക്ക് പൈസ കൊടുക്കാം, അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താം. എല്ലാ സംവിധാനവും ഉണ്ടെന്നേ. ഇങ്ങനെയാണ് ഇവർ സംസ്ഥാനം പിടിക്കുന്നത്. ആ അഹന്തയും ആ ധാർഷ്ട്യവുമാണ് ശോഭാ സുരേന്ദ്രന്റെ മുഖത്ത് നമ്മൾ കണ്ടത്. അതായത് കേരളത്തിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഭരിക്കാൻ പോകുന്നത്, ഇങ്ങനെയാണ് ഞങ്ങൾ നിയമസഭയിലേക്ക് കയറാൻ പോകുന്നത് എന്നാണ് ആ ധാർഷ്ട്യത്തിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ പാലക്കാട് പിടിക്കാൻ വന്ന ശോഭാ സുരേന്ദ്രന്റെ കള്ളക്കളി അവിടെ പൊളിയുമ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂരിലും കണ്ടിട്ടുണ്ട്. ഇന്നല്ല, കഴിഞ്ഞ ദിവസം തൊട്ട് കാണുന്നുണ്ട് കിറ്റ് കൊടുക്കൽ. ഇന്നിപ്പോൾ അച്ചാർ കമ്പനിയിൽ നിന്നും കിറ്റുകൾ പിടിച്ചെടുക്കുന്നു. 3 ദിവസമായി കിറ്റ് വിതരണം തൃശ്ശൂരിൽ നടക്കുന്നുണ്ട്. നിയമത്തും ഈ തരത്തിൽ മദ്യവും പണവും ഒഴുക്കുന്നു എന്നുള്ള പരാതി വന്നിട്ടുണ്ട്. തെളിവുകൾ കിട്ടിയിട്ടില്ല. ഇപ്പോൾ പാലക്കാട് തെളിവ് അങ്ങനെ കൃത്യമായി കിട്ടിയതുകൊണ്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ അവർ എത്ര കളവ് പറഞ്ഞു. അവർക്ക് ഈ സ്ത്രീയെ അറിയില്ല എന്ന് പറഞ്ഞു. വാഹനത്തിൽ പുറകിൽ ആരുമില്ലായിരുന്നു, പുറകിലുള്ള ആളെ കണ്ടെത്തി കഴിഞ്ഞു. എനിക്ക് ഈ സ്ത്രീ അറിയില്ല എന്ന് പറഞ്ഞു. അവരുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നല്ലോ, അത് നമ്മൾ പുറത്തു വിട്ടല്ലോ. അപ്പോൾ എല്ലാ തെളിവുകളും നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. എല്ലാ തരത്തിലും ശോഭാ സുരേന്ദ്രൻ പൊളിഞ്ഞു വീഴുന്നു. ഇനി തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ചെയ്യാൻ സാധിക്കുക? തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിൽ കേസെടുക്കാം. അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു, റിപ്പോർട്ട് തേടിയിരിക്കുന്നു. അതിലപ്പുറം കൂടുതലായൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള. തെരഞ്ഞെടുപ്പിന് ശേഷം വിധി ഈ പറഞ്ഞ മാതിരി ഈ പണം കൊടുത്ത് ഇവർ ജയിച്ചു എന്നാണെങ്കിൽ കോടതിയിൽ പോകാം. പിന്നെ അവർക്ക് ഒരു തരത്തിലും ഈ MLA ആയി കയറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഈ വാർത്ത വന്നതിന് ശേഷം പാലക്കാട്ടെ ജനങ്ങൾ കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് വോട്ട് ചെയ്യണോ എന്ന് ചിന്തിക്കേണ്ടത്. ആ രൂപത്തിലാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഒരുപക്ഷേ ഈ ചരിത്രത്തിൽ ഇത്രയും അധികം ഗംഭീരമായി തെളിവുകൾ പുറത്തു വരുന്ന ആദ്യത്തെ സംഭവമായിരിക്കാം. കേരളത്തിൽ ഇത് നടാടെയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും BJP പലയിടത്തും ഈ തരത്തിൽ ശ്രമങ്ങൾ നടത്തിയതായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ തെളിവോടെ പിടിക്കപ്പെടുന്ന ഒരു സംഭവം ഇതാണ്. ഇതൊരു ഈ ശൈലി ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. പാലക്കാട് അത് വലിയ രീതിയിൽ തന്നെ നടത്തിയിരിക്കുന്നു. അതിൻ്റെ തെളിവുകൾ മുഴുവനായി പുറത്തു വരുമ്പോൾ ഒരു തരത്തിലും പറഞ്ഞു നിൽക്കാനാവില്ല. വേറെ ഏതെങ്കിലും BJPയുടെ സംസ്ഥാന നേതാക്കൾ പ്രതികരിച്ചായിരുന്നു നമ്മൾ കണ്ടില്ലല്ലോ. ഇനി പാലക്കാട് ചിത്രം നോക്കൂ. പാലക്കാട് BJP 2 വഴിക്കാണ്, 2 ഗ്രൂപ്പാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഈ ശ്രമങ്ങൾ ഒരു വശത്ത് മറുവിഭാഗത്തെ നന്നായി സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. 2 വനിതാ നേതാക്കൾ അല്ലേ, ശോഭാ സുരേന്ദ്രനും പ്രമീള ശശിധരനും കൂടിയാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചെന്നുള്ള 2-3 ദിവസമായി നടക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ 3 കോൺഗ്രസ് യുവാക്കൾ അത് പുറത്തെത്തിച്ചിരിക്കുന്നത്. അവിടെ CPM-ഉം പരാതി കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസും പരാതി കൊടുക്കുന്നത്. ഏതായാലും ഡീൽ ആരോപണം എന്നുള്ള ഒരു ആരോപണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ച ആരോപണം ഏതായാലും പൊളിയുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുക. ഡീൽ അല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ തുറന്ന് ഉള്ളി തൊലി പൊളിക്കുന്ന പോലെ പൊളിച്ച് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. എല്ലാ ജനങ്ങളുടെയും മുന്നിൽ നാണം കെട്ട ഒരു രാഷ്ട്രീയ നേതാവായി ഒരു വനിതാ നേതാവ് മാറിയിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അട്ടിമറിക്കാനോ നീക്കം എന്നുള്ളതാണ് ചോദ്യം. പൈസ കൊടുത്ത്, പണം കൊടുത്ത് വോട്ട് വാങ്ങാനുള്ള ഉത്തരേന്ത്യൻ മോഡലാണോ BJP പാലക്കാടും പയറ്റുന്നത്? മധു, ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഇന്നത്തെ മുഴുവൻ ഡെവലപ്മെന്റ് കണ്ടത്. ഒരു മനുഷ്യൻ, സ്ത്രീയോ പുരുഷനോ എന്നുള്ളത് കേട്ടോ, നിന്നങ്ങോട്ട് പൊളിയുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ടല്ലോ. എന്തൊരു തരം ന്യായീകരണമാണെന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ തുടക്കം ഒളേരിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കിറ്റ് കൊടുക്കുന്ന വാർത്തയാണ് ആദ്യം വരുന്നത്. അപ്പോൾ ആ വാർത്ത വന്നു കഴിയുമ്പോൾ പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാനുള്ളൊരു മിനിമം ബുദ്ധി കാണിക്കുക എന്ന് പറയുന്നതില്ലേ. പിന്നീട് വാടാനപ്പള്ളിയിൽ വെച്ച് അതേപോലെയുള്ളത് വീണ്ടും കണ്ടെത്തുകയാണ്, വീണ്ടും കിറ്റുകൾ. ഇന്ന് തൃശ്ശൂരിൽ 750 കിറ്റുകൾ. നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് അബിൻ്റെ സഹോദരൻ അനീഷിൻ്റെ അച്ചാർ കമ്പനിയിൽ വെച്ചിട്ടാണ് ഈ കിറ്റുകൾ 750 കിറ്റ് കണ്ടുപിടിക്കുന്നത്. അച്ചാർ കമ്പനിയിൽ എന്തിനാ അരിയും പലവ്യഞ്ജനവും അതെന്തിനു വേണ്ടിയിട്ടാണ് സൂക്ഷിക്കുന്നത്? കഴിഞ്ഞ ദിവസം ദേവനടക്കമുള്ള നേതാക്കൾ ഇനി അവർക്ക് ന്യായീകരിക്കണമെങ്കിലും അവരുടെ നേതാക്കളടക്കം ആ സ്ഥലത്ത് ഉണ്ടാവുകയല്ലേ. ഇനി എനിക്കിതിലുള്ളൊരു കൗതുകം എന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യം ഇങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു തൃശ്ശൂർ വെച്ച്. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുക? ഇതിലേതെങ്കിലും ഒരു കേസ് ഇലക്ഷൻ കമ്മീഷൻ്റെ നേരിട്ടുള്ള പരിശോധനയിൽ കണ്ടുപിടിച്ചിട്ടുള്ളതാണോ? അല്ല, മറ്റ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും മാത്രമാണ് ഇതിൻ്റെ എല്ലാം അവർ ഇരുന്ന് പരിശോധിക്കുകയും അത് കണ്ടെത്തുകയും അവിടെ പോയി സമരവും പ്രതിഷേധവും പ്രക്ഷോഭവും നടത്തുമ്പോഴാണ് ഉദ്യോഗസ്ഥർ വരുന്നത്. അപ്പോൾ ഈ നാട്ടിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും പരിശോധനാ സംവിധാനങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു സ്വതന്ത്ര സംവിധാനത്തിന് നമ്മൾ കൊടുക്കുന്നത് എന്തിനാ?
ഇത് സുതാര്യമായി, ഇത് സമ്മർദ്ദമില്ലാതെ, ഇത് ആനുകൂല്യങ്ങൾ നൽകാതെ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടല്ലേ ഈ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവരെന്ത് ചെയ്യുകയാണെന്നൊരു ചോദ്യം ചോദിക്കാൻ ജനാധിപത്യ വിശ്വാസികളായ നമുക്കൊരു അർഹതയില്ലേ? അത് ഉണ്ടാകുന്നില്ല എന്നതൊരു പ്രശ്നമാണ്. അതിനും ശേഷമാണ് ഈ സാരിയുമായി ബന്ധപ്പെട്ട കാര്യം വരുന്നത്. സ്ത്രീകൾക്ക് ഇവരെന്താ വിചാരിക്കുന്നത് കേരളത്തിലെ വോട്ടർമാരെ കുറിച്ചെന്നുള്ളതാണ്. ഈ വോട്ട് വാങ്ങിയിട്ടാണ് ഇവർ ജയിക്കാൻ നിൽക്കുന്നത് ജനാധിപത്യത്തിലെങ്കിൽ സാരി കൊടുത്ത് വോട്ട് വാങ്ങുക എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലേക്ക് ഇവർ പോവുകയാണ്. ഇവർ ഈ പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ തരത്തിലുള്ള തരംതാണ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഇവിടെ ഇറങ്ങിത്തിരിക്കുന്നത് ഈ നാട്ടുകാരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ളത് അവർ ഇനിയും അവർക്ക് കേരളത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഈ കേരള സ്റ്റോറിയൊക്കെ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. മദ്യം കൊടുത്തു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി ഒരു ആരോപണം ഉന്നയിച്ചു. UP രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ നിരന്തരം നേമം മണ്ഡലത്തിൽ വന്നു പോകുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിശോധന നടത്തിയോ? ഇല്ല. അപ്പം ആ ആരോപണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവിടണം എന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നൊരു കാര്യം. പക്ഷേ അതിൽ പരിശോധന നടത്തണം എന്നുള്ളതാണ്. ഈ ഇപ്പം ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യം, അതിലെന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ സ്വതന്ത്രമായി വിലസാൻ അനുവദിച്ചു നൽകുക എന്നുള്ളതാണ്. ഇനി ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിലേക്ക് വരാം. എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവാസ്തവമായ കാര്യങ്ങൾ പറയുന്നത്. ഇനി അത് പറയുന്നതിലെ ഘടകവിരുദ്ധത കൈയെടുത്ത് നമിക്കേണ്ട കാര്യമാണ്. അവനവൻ തന്നെ അവനവനെ ഒരു ട്രാപ്പ് ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് വളരെ കോൺഫിഡൻസോട് കൂടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. ഞാനും പ്രമീള ശശിധരനും മാത്രമേ ഇന്നത്തെ ദിവസം എൻ്റെ വാഹനത്തിൽ കയറിയിട്ടുള്ളൂ. ദാ വരികയാണ് ദൃശ്യം. ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഈ ശോഭാ സുരേന്ദ്രൻ ഇറങ്ങുന്നു. പുറകിലത്തെ സീറ്റിൽ നിന്ന് ഈ സിമി നായർ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. സിമി നായർ എന്നാണ് അവരുടെ പേര്. അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് സിമി സജീവ് എന്നുള്ളത്. അപ്പം അവരിറങ്ങി വരികയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ടുള്ള ഈ സിമി സജീവ് വല്യമ്മയെ കാണാൻ പോയതാണ്. എടുക്കാവുന്നേ. ഈ വല്യമ്മയെ കണ്ടിട്ട് ഈ 5000 രൂപ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് എന്നാ മോളൊന്ന് കയറിയിരിക്കുക, ഒരു ചായ കുടിക്കുക, പോവാ അടുത്തതിലേക്ക്. മഹാരാഷ്ട്രയിൽ നിന്ന് യാത്ര ചെയ്ത് വന്ന് വല്യമ്മയെ കാണാൻ വന്നെന്ന് ആലോചിക്കണം. ഒരു വിശേഷം ചോദിക്കാൻ നിൽക്കുന്നില്ല. പൈസ കൊടുത്തിട്ട് കൈ ഇങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് ഒരു ഒറ്റ പോക്കാണ് അടുത്ത വീട്ടിലേക്ക്. എന്നിട്ട് അങ്ങനെ കയറി പോകണം. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചെല്ലുന്നു. കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചെന്നിട്ട് അവർ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെ പൈസ കൊടുത്ത് വോട്ട് വാങ്ങുന്നത് മോശമല്ലേ? ഇതിലെവിടെയാണ് പുലഭ്യം, എവിടെയാണ് തെറി? ഇപ്പോൾ കുറച്ച് മുമ്പ് ഡിബേറ്റ് വിത്ത് മധു സജിയിൽ പ്രശാന്ത് ശിവൻ വന്നിട്ട് പറയാണ് പുലഭ്യം പറഞ്ഞു. അപ്പോഴാണ് അവർ പ്രകോപിതയായത്. തെറി പറഞ്ഞു. ഈ നോട്ട് കൊടുത്ത് വോട്ട് വാങ്ങുന്നത് മോശമല്ലേ എന്നതിൽ എവിടെയാണ് പുലഭ്യം? പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അറിയാമോ? മാത്രമല്ല ഒരു കോമൺ സെൻസിന്റെ ഇഷ്യൂ ഉണ്ട്. അത് അവനവനുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ഈ ഫോണും പിടിച്ച് റെക്കോർഡ് ചെയ്ത് സ്മൃതി മാഡത്തിന്റെ പിന്നാലെ വരുമ്പോൾ ഞാൻ മോശം പറയുമോ? അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ കോമൺ സെൻസിനെ അങ്ങ് പരീക്ഷിക്കുകയാണ് എന്നുള്ളതാണ് പ്രശ്നം. എന്നിട്ട് ഈ വല്യമ്മയുടെ കാര്യം പറയുന്നു. അപ്പൊ അവര് തന്നെ പറയാണ് പണം കൊടുത്തു എന്നുള്ളത്. ഇത് ഓഡിറ്റ് ചെയ്യപ്പെടും, ഇത് വലിയ വിവാദമാകുന്നു എന്ന് ശോഭാ സുരേന്ദ്രന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഒരു തവണ അവർ പറഞ്ഞു സ്ത്രീ കയറിയിട്ടില്ല. എന്നിട്ട് പറഞ്ഞാൽ പുറകിലിരിക്കുന്ന സ്ത്രീയുടെ വല്യമ്മയാണ്. ഈ വാഹനത്തിൽ ഞാനും പ്രമീള ശശിധരനും അല്ലാതെ ആരും കയറിയിട്ടില്ല. ഇങ്ങനെ അവനവന് വേണ്ടി വാരിക്കുഴി തീർക്കുക. എന്നിട്ട് വളരെ കോൺഫിഡൻസോട് കൂടി അതിലേക്ക് ചാടുക. അങ്ങനെ ആ പണി ഏണി വെച്ച് പിടിക്കുക എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് ശോഭാ സുരേന്ദ്രൻ്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് എന്നുള്ളതാണ് വേറെ ഒരു കാര്യം. ഇനി ഈ കണ്ണാടിയിൽ പണം നൽകിയെന്നൊരു ആരോപണമുണ്ട്. കണ്ണാടിയിൽ യെസ്, ഈ 2 ആരോപണങ്ങളുണ്ട്. ഇനി ഒരു കാര്യം കൂടെ അല്ലെങ്കിൽ ഒരു പെൻഷൻ പണമാണ്. ആ അമ്മ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ മരുന്നും മേടിക്കാനുള്ള പൈസ ചോദിച്ചു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് വേറെ ആരും തന്നില്ല അല്ലേ, ഇവർ തന്നോ? എന്നിട്ട് പറയാണ് എന്തുകൊണ്ട് കയ്യിൽ വെച്ച് കൊടുക്കുന്ന വീഡിയോ ഇല്ല? ഒന്ന് ആലോചിച്ച് നോക്കണം. കയ്യിൽ വെച്ച് കൊടുക്കുന്ന വീഡിയോ ഇല്ല എന്നുള്ളതാണ് കോൺഫിഡൻസ്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. കയ്യിൽ വെച്ച് കൊടുക്കുന്ന വീഡിയോ ഇല്ല എന്നുള്ളത് മാത്രമല്ല, ആ അമ്മയോട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ പോയി ചോദിച്ചപ്പോൾ പണം വാങ്ങിയില്ല എന്ന് പറഞ്ഞു അത്രേ. പിന്നെ എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ ഈ ആക്ടിവിസം കാണിക്കുകയെന്ന് ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന പണം വാങ്ങുന്നതും കൊടുക്കുന്നതും എല്ലാം കുറ്റകരമാണ്. വാങ്ങിയവരും കൊടുത്തവരും ഇത് സമ്മതിച്ചില്ലെങ്കിൽ ആ കേസ് നിലനിൽക്കുന്നില്ല, ആരോപണം നിലനിൽക്കുന്നില്ല എന്ന് കേരളത്തോട് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? നമ്മൾ പോയി ഒരു ക്രൈം ചെയ്യുന്നു, നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ സമ്മതിച്ചാലേ ആ ആരോപണം നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുന്നത് എത്ര ബാലിശമായ ആരോപണമാണ്. ആ നിലയ്ക്കാണ് ഇന്നത്തെ ഈ പ്രതിരോധം മുഴുവനും എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം പറയട്ടെ. ഈ എന്താണ് ഒരു കൂടുതൽ വിലസണ്ട എന്നാണ് അവിടെ നിന്ന് പറയുന്നത്. കരണമടിച്ച് പൊട്ടിക്കും എന്ന് പറയുകയാണ്. നമ്മൾ എത്ര ഓഡിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ? ഇപ്പോൾ മുഖ്യമന്ത്രി ചില വാക്കുകൾ പറഞ്ഞു, എത്ര നിശ്ചിതമായ വിമർശനം കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അത് ആവർത്തിക്കുന്നുണ്ട്, അത് അങ്ങനെ തന്നെയാണ് പറയേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പം അതിൽ പക്ഷെ വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട്.
വീട്ടിൽ പോയി പറയൂ എന്ന് പറഞ്ഞു അത് വിമർശനം നേരിട്ടു. അപ്പം നമ്മൾ ഈ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും, അതുപോലെ മുൻ KPCC പ്രസിഡന്റിന്റെ ചില പ്രയോഗങ്ങൾ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ പാലക്കാട്ട് ഒരു വോട്ടറിനോട് പറയാണ് കരണമടിച്ച് പൊളിക്കുമെന്ന്. അവർ കരണമടിച്ച് പൊളിക്കുവോ? അവർ കേരളത്തിലെ ഒരു വോട്ടറിനെ കൈനീട്ടി തൊടുമോ? എന്നിട്ട് അവർ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമോ? അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമോ? അപ്പോൾ അവരെങ്ങനെയാണ് മനുഷ്യന്മാരെ കാണുന്നത്? അവരെ കായികമായി ആക്രമിക്കുമെന്ന് പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഈ നാട്ടിൽ നിന്നിട്ട്. അതെന്ത് തരം ധൈര്യമാണ്? അങ്ങനെയാണെങ്കിൽ ഇവർ ജയിലിൽ പോയി കിടക്കില്ലേ ആളുകളുടെ മേത്ത് കൈവച്ചാൽ? അപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം സംഘടനാബോധത്തിന്റെ പേരിൽ അവരെ പ്രതിരോധിക്കാൻ വരുമോ? ഇവർ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? ജനങ്ങളെ പരസ്യമായി കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ യാതൊരു പ്രതിഷേധവുമില്ല. എന്നിട്ട് BJPക്കാർ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല, ഞങ്ങൾ പൈസ കൊടുത്തു, അതുകൊണ്ട് നിങ്ങൾ ആരും ഓഡിറ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ആ നിലയ്ക്കുള്ള പ്രിവിലേജ് ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അട്ടിമറിക്കാനാണോ നീക്കം എന്നുള്ളതാണ്. നമ്മൾ ഉത്തരേന്ത്യൻ മോഡലിൽ കണ്ടിട്ടുണ്ട്. മസിൽ പവർ, മണി പവർ, മീഡിയ പവർ ഇത്രയും ഉപയോഗിച്ച് രാഷ്ട്രീയത്തെ വിലക്കെടുക്കുന്ന ഉത്തരേന്ത്യൻ ശൈലി തന്നെയാണ് പാലക്കാട്ടും പയറ്റാൻ ശ്രമിച്ചത്. കാലങ്ങളായിട്ടുള്ള ശ്രമമാണ്. ലൈസ്, ഡാം ലൈസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു പ്രയോഗമുണ്ട്. കള്ളം, പച്ചക്കള്ളം സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്നതാണ്. അതൊന്നും മാറ്റിവെച്ചാൽ ലൈസ്, ഡാം ലൈസ്, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയേണ്ടി വരും. ഇന്നത്തെ ബൈറ്റുകൾ അത്രമേൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചളുപ്പുണ്ടാക്കിയ കാര്യമാണ്. ചില ബൈറ്റുകൾ വരുന്ന സമയത്ത് നമുക്ക് ചളുപ്പുണ്ടല്ലോ, എന്ത് ഇങ്ങനെ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ചളുപ്പുണ്ടാക്കിയതാണ്. മുഖത്ത് നോക്കി കള്ളം പറയാൻ ഒരറപ്പുമില്ലാത്ത മനുഷ്യരെ കാണുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ബൈറ്റിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേൾക്കണം. എത്ര കൃത്യമായിട്ടാണ് അവർ പറഞ്ഞു വയ്ക്കുന്നതിനെ ദൃശ്യം ആ നിമിഷം തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ നിഴലാണെന്നാണ് പറയുന്നത്. നിഴലിനെ നമ്മൾ പുറത്തു വിട്ടു. വെളുത്ത സാരിയും നല്ല വെളുത്ത ചുരിദാറും മുല്ലപ്പൂവും വെച്ച നിഴലോ? ഒന്നുകിൽ അതൊരു മറ്റെന്തോ നിഴലാവാനാണ് സാധ്യത. എന്ത് നിഴലാ? കേട്ടത്. അതെ, നിഴലാണ്, ആർത്ഥത്തിലൊരു നിഴലാണ്. പക്ഷെ നോക്കൂ, വെളുത്ത ചുരിദാറിട്ട മുല്ലപ്പൂ വെച്ചൊരു നിഴൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സാധാരണ യക്ഷി പ്രേത കഥകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ചിരുന്ന രൂപങ്ങൾ, അല്ലേ? പക്ഷെ ഇതൊരു നിഴൽ, വെള്ള ചുരിദാറെടുത്ത മുല്ലപ്പൂ വെച്ച നിഴൽ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടും അവരത് സമ്മതിക്കുന്നില്ല. എന്നിട്ട് ആ ദൃശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോയിട്ട് വാർത്താ സമ്മേളനത്തിൽ പോയി പൂർണ്ണമായിട്ടും പൊളിഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെയല്ലേ നമ്മൾ കണ്ടത്. എന്നിട്ടും അവർ ആവർത്തിച്ച് ചോദിക്കുക, ആ ദൃശ്യങ്ങൾ പുറത്തുവിടൂ. എന്തൊരു കോൺഫിഡൻസ് ആണ് മധു ഈ സ്ത്രീക്ക് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ പുറത്തുവിടും. ആ ദൃശ്യങ്ങൾ നമ്മൾ ഒന്നേറിലുണ്ട്, ഇതുവരെ അറിയുന്നില്ല. ആ ദൃശ്യങ്ങൾ ആ സമയത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ആ ദൃശ്യങ്ങൾ പുറത്തുവിടൂ, എൻ്റെ ഈ കാറിൽ കയറിയ ദൃശ്യങ്ങൾ. രണ്ടാമത് പറയാണ്, ഇന്നത്തെ ദിവസം ഞാനും പ്രമീള ശശിധരനും മാത്രമേ ഈ കാറിൽ കയറിയിട്ടുള്ളൂ എന്ന്. ആ കാറിൻ്റെ പുറകിൽ നിന്ന് മാറുന്ന മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ പുറത്തു വരുമെന്ന് ഭയന്ന് അപ്പൊ ഇറങ്ങാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. ഇതെല്ലാം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നത്തെ ദിവസം എന്തായാലും കണ്ണാടിയിലെ ദേവു എന്ന് പറയുന്ന വല്യമ്മയ്ക്ക് ഒരു കൊച്ചുമോളെ കിട്ടി. മഹാരാഷ്ട്രയിൽ നിന്നുള്ളൊരു കൊച്ചുമോള്, സിമി സജീവ് എന്നാണ് പേര്. അങ്ങനെ സിമി സജീവിൻ്റെ വല്യമ്മയായിട്ട് ദേവു മാറിയ ദിവസം കൂടിയാണിന്ന്. ആരാണ് ദേവു, ആരാണ് സിമി എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ചളുപ്പുണ്ടാക്കിയ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന പ്രശ്നം എന്താ? ആ ധാർഷ്ട്യവും കോൺഫിഡൻസുമാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. ഇത്രയും കളവ് പറഞ്ഞാലും പിടിക്കപ്പെടില്ലെന്നുള്ളൊരു കോൺഫിഡൻസ് എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന് വന്നത്? എന്നിട്ട് പറയാണ്, ഇവര് ആ കാറിലിരുന്ന് പറയാണ്, ഈ പിറകിലിരിക്കുന്ന കുട്ടി മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണെന്ന്. നേരത്തെ മാധു പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് പേരമ്മയെ കാണാൻ വേണ്ടി വന്നിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ കാറിൽ നിന്ന് ഓടിപ്പോയി ഇറങ്ങി പൈസയും കൊടുത്തിട്ട് തിരിച്ച് വീണ്ടും ശോഭാ സുരേന്ദ്രൻ്റെ കാറിൽ കയറി പോകുന്ന ഒരു കൊച്ചുമോളോ? എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിറകിലിരിക്കുന്ന ഇത് പറഞ്ഞിട്ട് മറന്നുപോയി ശോഭാ സുരേന്ദ്രൻ തന്നെ ശോഭാ സുരേന്ദ്രന് കുരുക്കായി മാറിയതായിരുന്നു ഇന്നിപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ട ആ ശബ്ദ സംഭാഷണം. ഈ കാറിൽ ഈ പിറകിലിരിക്കുന്ന മഹാരാഷ്ട്രയിൽ നിന്ന് വന്നത് അത് ആ കുട്ടി വല്യമ്മയാണ് എന്നാണ് പറയുന്നത്. അതുകൂടി പൊളിഞ്ഞു പോയതാണ് കണ്ടത്. അങ്ങനെ തുടർച്ചയായിട്ട് പൊളിഞ്ഞ് ശോഭാ സുരേന്ദ്രൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ആ കോൺഫിഡൻസ് അപാരമാണ്. ആ കോൺഫിഡൻസിലാണ് എനിക്ക് സംശയമുള്ളത്. ആ കോൺഫിഡൻസ് എന്തുകൊണ്ടാണ്? ഇവർക്കെതിരെ ഒരു നടപടിയും വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്കൂ, ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ പ്രേക്ഷകർക്കറിയാമോ, ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചതിന് ശേഷവും BJPയുടെ അക്കൗണ്ടിലേക്ക് വന്ന പണം 1200, 1300 കോടി രൂപ കഴിഞ്ഞ തവണയും ഈ BJPയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. മൊത്തം നോക്കിയാൽ 6500-ലധികം കോടി രൂപ ഈ BJPക്ക് കിട്ടിയിട്ടുണ്ട്. അത് മൊത്തത്തിലുള്ള നാഷണൽ പാർട്ടികളുടെ സിംഹഭാഗവും വരും. BJPക്ക് മാത്രം കിട്ടിയ തുക. ഇതെന്തിനാണ് ഈ പൈസ ഉപയോഗിക്കുന്നത്? ഓരോ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടിയാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഇവിടെയാണ് ഇത് കേവലം ആരോപണം മാത്രമല്ല എന്നുള്ളത്. എന്നിട്ട് അതിനെ തന്ത്രപൂർവ്വം വഴിതിരിച്ചു വിടുകയാണ്. ആ ഫോട്ടോ എടുത്ത ചെറുപ്പക്കാരൻ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ്. ഒരു ദൃശ്യവുമില്ല.
അങ്ങനെ ഒരു ദൃശ്യത്തിൻ്റെ ഒരു തുമ്പ് പോലുമില്ല. മാത്രമല്ല വളരെ മാന്യമായിട്ടാണ് ചെറുപ്പക്കാരൻ പറയുന്നത് ഇത് ചെയ്യുന്നത് മോശമല്ലേ എന്നുള്ളതാണ്. കാരണം ആ വീഡിയോയിൽ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നാളെ പറയും എനിക്ക് സ്ത്രീയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതാ കാറിലിരുന്ന് കയ്യോടെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അത് പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയായി തീർന്നത്. ഇതാദ്യമായിട്ടല്ലല്ലോ, പലതവണ നമ്മളിത് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്ന അരിയുണ്ടല്ലോ, ഭാരതരി, കേൾക്കുന്നുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച്. ഭാരതരി തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പാലക്കാട്ടും തൃശ്ശൂരിലും വിതരണം ചെയ്ത ഭാരതരി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭാരതരി കൊടുക്കുമെന്നായിരുന്നു. പിന്നീട് ഈ ഭാരതരിയെക്കുറിച്ച് നമ്മളാരും കേട്ടിട്ടില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പലയിടങ്ങളിലും പലവ്യഞ്ജനങ്ങളും കിറ്റുകളും കൊടുക്കുന്നു എന്നുള്ളത്, സാരികൾ കൊടുക്കുന്നു എന്നുള്ളത് വോട്ടർമാരെ കളിയാക്കുകയാണിവർ. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള എല്ലാ കുൽസിത ബുദ്ധികൾക്കുമെതിരെയുള്ള വിധിയെഴുത്താവണം. ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാത്തൊരു പാർട്ടിയുണ്ട് കേട്ടോ, അത് CPM ആണ്. ഒരു തരത്തിലുള്ള പണവും സ്വീകരിച്ചിട്ടില്ല. ഒരു സ്പോൺസർഷിപ്പിൽ നിന്നും അവർ ഈ പണം ഇലക്ട്രൽ ബോണ്ടിലൂടെ അവർ സ്വന്തമാക്കിയിട്ടില്ല. ഇലക്ട്രൽ ബോണ്ടിൻ്റെ പേരിൽ കൊടുത്ത ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് വഴിവിട്ട നീക്കങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടതുണ്ട്. ആ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികൾക്കൊക്കെ എങ്ങനെയാണ് ദേശീയപാതയുടെ കോൺട്രാക്റ്റുകൾ കിട്ടുന്നതെന്നും ആ ദേശീയപാതകൾ അവർ നിർമ്മിച്ച സ്ട്രെച്ചുകൾ പൊളിഞ്ഞു വീഴുന്നത് എങ്ങനെയാണെന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ആണ് നമുക്കിത് മനസ്സിലാവുക. മണി പവറും മസിൽ പവറും മിനിസ്ട്രി പവറും മീഡിയ പവറും കൊണ്ട് വിലക്കെടുക്കപ്പെടുന്ന ഉത്തരേന്ത്യൻ മോഡലിലേക്ക് നമ്മുടെ രാഷ്ട്രീയം വഴിമാറരുത്. വിവേകത്തോടു കൂടി പ്രേക്ഷകർ വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അത് പച്ചക്കള്ളമായിരുന്നു. ലൈസ്, ഡാം ലൈസ് ആൻഡ് ശോഭാ സുരേന്ദ്രൻ. ചോദ്യം ഇതാണ്, അട്ടിമറിക്കാനോ? സുനിൽ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഷാജിയേട്ടാന്ന് ചോദിക്കുന്ന പോലുള്ള ഒരു സ്ഥിതിയാണ് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച്. ഞാൻ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് നോക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് ഞാനല്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുമോ എന്ന് ഞാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതുമാത്രം പറഞ്ഞില്ല. അവിടെ ഉണ്ടായിരുന്നത് ഞാനല്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നതിന് തെളിവ് കാണിക്കൂ എന്ന് വേണമെങ്കിൽ അവർ ചോദിക്കും. ഇന്ന് ശോഭാ സുരേന്ദ്രൻ എത്ര കളവ് പറഞ്ഞു. നമ്മൾ നേരത്തെ കാണിച്ച ആ ദൃശ്യങ്ങളിൽ എല്ലാം ക്ലിയറാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് എല്ലാവർക്കും സാമാന്യ ബോധമുള്ള ഏത് മനുഷ്യനും മനസ്സിലാവുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചത്, ഇന്ന് കേരളം മുഴുവൻ കണ്ടത്. പക്ഷെ എത്ര കളവ് പറഞ്ഞു. ഒരു സത്യം അവർ ഇടയ്ക്ക് പറഞ്ഞു, ഈ കുട്ടിയുടെ വല്യമ്മ എന്ന് പറഞ്ഞ് കളവാ, പക്ഷെ പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. അത് പിന്നെ അബദ്ധമായി മാറ്റി. പക്ഷേ നോക്കൂ, ആദ്യം പറഞ്ഞ കളവ് അങ്ങനെയൊരു സ്ത്രീ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ തന്നെ ആ സിമി സജീവ് എന്ന് പറയുന്ന, സിമി നായർ എന്ന് പറയുന്ന അവരുടെ ദൃശ്യം കൃത്യമായി തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. തൊട്ട് പിന്നാലെ ഇവർ പറയുകയാണ്, ആ വീഡിയോ എടുത്ത ആ ചെറുപ്പക്കാരൻ ഇവരെ അമ്മയോളം പ്രായമുള്ള ഒരു സ്ത്രീയായ എനിക്ക് നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചു. ഒരു തവണയല്ല 3 തവണ കാണിച്ചു എന്ന് പറയാണ്. ആ നിലയിൽ ഒരു കേസ് കൂടി ആ ഒരു ചെറുപ്പക്കാരനെതിരെ നൽകാനുള്ള നീക്കം നടത്തുകയാണ്. എത്രത്തോളം അധപ്പതിക്കാൻ ഒരു മനുഷ്യനെ സാധിക്കും, അതിൻ്റെ പരമാവധിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിൽ അധപ്പതിച്ച ഒരു വ്യക്തിത്വമായി ഇന്ന് ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ മാറിയതാണ്. നമുക്ക് പണക്കൊഴുപ്പ്. നേരത്തെ അരുൺ സാറും അതുപോലെ തന്നെ സ്മൃതി മേഡവും ഒക്കെ പറഞ്ഞതുപോലെ BJP ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പണമുള്ള രാഷ്ട്രീയ പാർട്ടി BJP ആണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്കറിയാലോ 6500 കോടി രൂപയാണ് BJPക്ക് സംഭാവനയായി കിട്ടിയത്. ഇത് ഔദ്യോഗിക കണക്കാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുള്ള കണക്കാണ്. അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും. അതല്ലാതെ BJPയുടെ കൈകളിലേക്ക് എത്തിയ പണം എന്ന് പറയുന്നത്, കേരളത്തിലേക്ക് വലിയ പണമൊഴുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ നേർക്കാഴ്ചയും നമുക്ക് എല്ലാ ഇടങ്ങളിലും കാണാൻ പറ്റും. ഇന്നലത്തെ കൊട്ടിക്കലാശത്തിലൊക്കെ തന്നെ നമ്മളത് വൃത്തിയായി കണ്ടതാണ്. അപ്പോൾ ആളുകൾക്ക് നേരിട്ട് പണം കൊടുക്കുക, അപ്പോൾ 5000 രൂപയൊക്കെ ഒരു വോട്ടർക്ക് നൽകാൻ കഴിയുന്ന രീതിയിൽ എത്ര കോടി രൂപയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ BJP ഒഴുക്കിയിട്ടുണ്ടാവുക? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു വോട്ടർക്ക് 5000 രൂപ കൊടുക്കുമെങ്കിൽ നിങ്ങൾ പാലക്കാട്ട് എത്ര വോട്ടർമാർക്ക് എത്ര കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ടാകും? ഒരേ ഒരു കേസാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഒരേ ഒരു കേസ്. അതൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളോടെയുള്ളൊരു കേസാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്കറിയാലോ, ആദ്യം ഇപ്പോൾ ഈ സിമി നായർ എന്ന് പറയുന്ന ആ ഒരു യുവതി നേരെ ജാനു അമ്മ എന്ന് പറയുന്ന ദേവു അമ്മ എന്ന് പറയുന്ന അവരുടെ അടുത്തേക്ക് പോകുന്നു, പണം കൊടുക്കുന്നു, പെട്ടെന്ന് പോകുന്നു. അവിടെ ദൃശ്യം കട്ടാവാണ്. അതിനുശേഷം സംഭവിച്ചത്, ഈ വീഡിയോ എടുത്ത ചെറുപ്പക്കാരൻ അവരുടെ നേരെ ഓടുകയാണ്. ഞാൻ അന്വേഷിച്ചാണ്. ഓടിയിട്ട് നിങ്ങൾ പണം കൊടുത്തു അല്ലേ എന്നിവരെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഇവർ വേഗം ഈ ദേവമ്മയുടെ അടുത്തേക്ക് പോയ പണം തിരിച്ചു വാങ്ങാനോ ആ ഒരു സീൻ മാറ്റാനോ ഒക്കെയായി ശ്രമിച്ചതിനിടയിലാണ് ഇവർ വേഗം പോയി അവരുടെ കൈ തുറന്നു നോക്കുന്നത്. അപ്പോൾ കയ്യിൽ പൈസയുണ്ട്, അതും വീഡിയോയിൽ പകർത്തി. എന്നിട്ട് പിന്നെ ഒരു കള്ളം പറഞ്ഞു. എന്താണെന്നറിയോ? പെൻഷൻ കിട്ടിയ പണമാണെന്ന്.
ഒരു ഉപകാരമുണ്ട്. പെൻഷൻ അതെ പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്ന BJP ആണ്. പെൻഷൻ കിട്ടിയ പണമാണ് 5000 രൂപ. ഏതായാലും അത് ഗംഭീരമായി, അത് വലിയൊരു കോമഡിയാണ്. പെൻഷൻ കൊടുക്കുന്ന ദിവസമായിരുന്നു. അതെ, പെൻഷൻ കിട്ടിയ പണമെന്നും കൂടി പറഞ്ഞു. അപ്പോൾ പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി അവിടെ തീർന്നു. ആ നിലയിൽ എത്ര കളവാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഗൗരവം എന്ന് പറയുന്ന അരുൺ സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ പണം കൊടുത്ത് വോട്ടർമാരെ വിലയ്ക്ക് വാങ്ങാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കേരളത്തിലേക്ക് കൂടി ഈ സാഹചര്യങ്ങൾ എത്തുകയാണ്. ഇത് നമ്മൾ ഇന്ന് മാത്രം കാണുന്നതല്ല, ഇതുവരെ അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ എത്രയോ ഇരട്ടി പണം ഈ കേരളത്തിൽ ഒഴുക്കുകയാണ്. അങ്ങനെ പണം കൊടുത്ത് ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന, ജനാധിപത്യ സംവിധാനത്തിൻ്റെ മുഖത്തടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് പാലക്കാട്ട് നിന്ന് കണ്ടത്. പണം മാത്രമല്ല, സാരി വിതരണം ചെയ്തു എന്ന ആരോപണമുണ്ട്, കിറ്റുകൾ വിതരണം ചെയ്തു എന്നുള്ള ആരോപണമുണ്ട്. ഞാൻ ഈ ശോഭാ സുരേന്ദ്രൻ്റെ ഈ ഒരു പ്രവൃത്തിക്കൊപ്പം തന്നെ മറ്റൊരു വലിയ നുണക്കഥ കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ നമ്മുടെ ഡിബേറ്റിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാവായ ദീപ്തി മേരി വർഗീസ് ഒരു കാര്യം പറഞ്ഞു കേട്ടോ. എന്താണെന്നറിയോ? വയനാട്ടിൽ സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടുകൾ എന്ന് പറയുന്നത് ഡമ്മി വീടുകളാണെന്ന്. അതായത് ഒരു ഡിബേറ്റിൽ, ഇപ്പോൾ നമ്മുടെ ഡിബേറ്റിൽ തന്നെ ചോദ്യമുയർന്നപ്പോൾ ഈ വയനാട്ടിൽ സർക്കാർ വീട് നിർമ്മിച്ചു നൽകിയല്ലോ എന്ന് ഒരു CPM-ൻ്റെ പ്രതിനിധി ആരോ മറുപടി പറഞ്ഞപ്പോൾ അത് ഡമ്മി വീടുകളല്ലേ എന്ന് മറുപടി പറയാണ്. അതെ, സ്മൃതി മാഡത്തിൻ്റെ ചോദ്യത്തിനാണ്. എത്രത്തോളം നീചമാണ്, എത്രത്തോളം കളവാണ് ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതാ പണം കൊടുക്കുന്നത് കണ്ടു, ഒരുപാട് കളവുകൾ പറയുന്നത് കണ്ടു. മറ്റൊരു പ്രധാനപ്പെട്ട കളവ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊളിഞ്ഞടുങ്ങുന്നുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നതാണ്. അതായത് അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിനൊപ്പം അതുകൂടി പറയുന്നത്. ആ വിഷയമെന്ന് പറയുന്നത് കാറുകളുടെ മോഡിഫിക്കേഷൻ. അത് പ്രധാനപ്പെട്ട വിഷയമാണ്. കേരളത്തിൽ യുവാക്കളൊക്കെ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ കാറുകളുടെ മോഡിഫിക്കേഷനുള്ള അനുമതി നൽകാൻ പോവുകയാണ്. കാറുകൾക്ക് രൂപമാറ്റം നൽകാം. അപ്പോൾ അത് യുവാക്കൾക്ക് വേണ്ടി ഞങ്ങളങ്ങനെ മഹത്തായൊരു തീരുമാനമെടുക്കാൻ പോകുന്നു എന്നൊക്കെ VD സതീശൻ പ്രഖ്യാപിക്കുകയാണ്. നോക്ക്, ഇന്ത്യൻ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമാണ് ഓരോ കാറുകളുടെ രൂപം തീരുമാനിക്കുന്നത്. അത് ഈ കാറ് കമ്പനികളാണ് തീരുമാനിക്കുന്നത്. ഈ കാറിൻ്റെ നിറം പോലും മാറ്റാനാവില്ല. നമുക്കറിയാലോ, RC ബുക്കിൽ ഏത് കാറാണ്, ഏത് മോഡലാണ്, കാറിൻ്റെ നിറം ഇതൊക്കെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. നിറം പോലും മാറ്റാനാകില്ല. ഒരു ഈ കാറിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരുത്തണമെങ്കിൽ അത് കൃത്യമായി നിയമപരമായ അംഗീകാരം വേണം. പിന്നെ വെയിറ്റ് ബാലൻസിനൊക്കെ ബാധിക്കും, അപകട ഓരോ വണ്ടിയും എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചത് അത് ARA കൊടുത്ത് പെർമിഷൻ, ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ കൊടുത്ത് പെർമിഷൻ. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് ആണ് ഇതിന് ബാധകമെന്നിരിക്കെ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന നിയമവും ചട്ടവും ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ മാറ്റുമെന്ന് പറയുന്നത് ആരെ കളിപ്പിക്കാനാണ്? സോ സാഡ്. സെക്ഷൻ 52 പ്രകാരമാണ്. അതായത് ഒരു മോഡിഫിക്കേഷനും നിങ്ങൾ ഇന്ത്യയിൽ ഇറക്കുന്ന മോട്ടോർ വെഹിക്കിളുകളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായി സെക്ഷൻ 52-ൽ പറയുന്നുണ്ട്. മാത്രമല്ല 2019 സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് അല്ല, വിഷയം ഇതല്ലെങ്കിലും ഞാൻ പറയുന്നത് ഇതും തെരഞ്ഞെടുപ്പ് അട്ടിമറി തന്നെയാണ്. BJP വിമർശിക്കുമ്പോൾ അതിന്റെ കൂടെ കോൺഗ്രസിനോട് ചേർത്താലേ വളരെ മോശം. അട്ടിമറി പുറത്തു വന്ന കോൺഗ്രസ് പ്രവർത്തകരാണ്. ഒന്നാമത്തെ വിഷയം എന്താ പറയുക, നമ്മൾ ഇന്ന് വളരെ ഗുരുതരമായ മറ്റൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള എല്ലാം കൂടി ചേർത്ത് പറഞ്ഞത് വളരെ മോശമാണ്. അല്ലല്ല, ഞാൻ ഡമ്മി അവിടെ നിൽക്കട്ടെ. ഡമ്മി പറഞ്ഞ ശരി, അവിടെ അങ്ങോട്ട് പിന്നെ കാറിലേക്ക് പോകുന്നു, അങ്ങോട്ട് വേറെ പറയാനുണ്ടാവും. നിങ്ങൾക്ക് പറയാനുള്ള എല്ലാം കൂടി പറയാണെങ്കിൽ വേറെ വിഷയം നമുക്ക് എടുക്കാം. എനിക്ക് സംശയമുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ 2 നാഷണൽ പാർട്ടികളൊന്നും നമുക്കറിയാത്ത തർക്കം നിയമവിധേയമായിരുന്നു. അതിൽ പക്ഷേ ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. അതിനുശേഷമാണ് അല്ല, പിന്നെ വാങ്ങിയിട്ടില്ലല്ലോ. പിന്നെ വാങ്ങാൻ പറ്റില്ല. കോൺഗ്രസ് കോടതി നിരോധിക്കുന്നതിന് മുമ്പ് വാങ്ങിയിട്ടുണ്ട്. ശരിയാണ്, വാങ്ങിയിട്ടില്ല.
Unconstitutional കോടതിയിലേക്ക് പോയത്. CPM വാങ്ങിയിട്ടില്ല. ഇതൊന്നും നമുക്ക് തർക്കമില്ലാത്ത അല്ല, കാര്യമാണ്. CPM വാങ്ങിയിട്ടില്ല. പക്ഷേ പറയുമ്പോൾ അതുകൂടി പറയണം. തിരഞ്ഞെടുപ്പ് അപ്പോൾ എന്താ പറയുമ്പോൾ അട്ടിമറിക്കാൻ വേണ്ടി കോഴ കൊടുത്തതിനെ കുറിച്ച് ചർച്ച ആ ചെയ്യുമ്പോൾ കോഴ വാങ്ങിയത് രാഷ്ട്രീയമായ കോൺഗ്രസ് കൂടിയാണ് electoral bond വഴി. ആരോപണങ്ങളാണോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്? നിങ്ങൾ അല്ല, ആലോചിച്ചാൽ മതി. സ്മൃതി, എനിക്ക് അല്ല, മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന കാര്യത്തിൽ ഫാൾസ് പ്രോമിസുകൾ കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടെന്ന് False പറയുമ്പോൾ promises എന്തിനാ സ്മൃതിക്ക് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ സ്മൃതിക്ക് അസ്വസ്ഥത എനിക്ക് ഒരു അസ്വസ്ഥതയില്ല. ഇലക്ട്രൽ കാരണം ബോണ്ടിന്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇതിനെ- ഇലക്ട്രൽ ബോണ്ടിന്റെ ഇത് കാര്യത്തിൽ ഇത് CPM ഇലക്ട്രൽ ബോണ്ട് ഇത് വാങ്ങിയിട്ടില്ലെന്നും ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തെ- വാങ്ങിയത് ഈ വിഷയത്തെ BJP ഈ വിഷയത്തെ വെള്ളം ചേർത്ത് ഈ വിഷയത്തെ വെള്ളം ചേർത്ത് കുറച്ചുകൂടി അത് വെള്ളം light ഒന്നും ആരും ആക്കുകയാണ് നിങ്ങൾ. ചേർത്തില്ല. വേറെ വസ്തുത പറയും. വേറെ വസ്തുത പറയും. വിഷയത്തിലേക്ക് ഈ കൊണ്ടുവരുമ്പോൾ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ- സ്വാഭാവികമായും പ്രധാനപ്പെട്ട ഈ വിഷയമാണ് അട്ടിമറിക്കപ്പെടുന്നത്. അപ്പോൾ അത്രയും കള്ളമല്ലേ പറയാം. പറഞ്ഞത് പ്രതിപക്ഷ നിങ്ങൾ നേതാവ്? പ്രധാന വിഷയം പ്രതിപക്ഷ നേതാവ് അട്ടിമറിച്ചുകൊണ്ട് പറഞ്ഞത് കള്ളമല്ലേ? നിങ്ങൾക്ക് ഇത് BJP-യുമായിട്ടുള്ള modification ബന്ധപ്പെട്ട ഒരു വരുത്താൻ വിമർശനം ഒറ്റ ചോദ്യം, ഉന്നയിക്കുമ്പോൾ ഒറ്റ നിങ്ങൾക്ക് ചോദ്യം. കോൺഗ്രസിനെ ചാരേണ്ടി ഒറ്റ ചോദ്യം. ശരി, ശരി, ശരി. അല്ല, ഇതിവിടെ പറഞ്ഞു പോയനെ ഇതിപ്പോ കുറച്ചധികം ചർച്ച ചെയ്തു മാത്രം. സ്മൃതി, കാറിന്റെ മോഡിഫിക്കേഷൻ വരുത്താൻ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ കഴിയോ? നമ്മുടെ വിഷയം ആ, അവിടെ false promise കൊടുക്കുന്നത് എന്തിനാണ്? എന്താണ് ഇവിടെ എന്തിനാണ് കൊടുത്ത് false promise വോട്ടർമാരെ കൊടുക്കുന്നത്? പിടിക്കാൻ പോകുന്ന നിങ്ങൾ വിഷയം പണം ചർച്ച കൊടുക്കുന്നതും മോഡിഫിക്കേഷൻ പണം കൊടുക്കുന്നതും വളരെ വളരെ പണം മോശമായി കൊടുക്കുന്നതും പോയി എന്ന് മാത്രമേ തെറ്റിദ്ധരിപ്പിക്കുന്ന- അഭിപ്രായമുള്ളൂ. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന CPM പറഞ്ഞതായാലും false promise തെരഞ്ഞെടുപ്പ് എനിക്ക് ഇന്നത്തെ വിഷയം അതല്ല. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് വിഷയം ചർച്ച ചെയ്യുമ്പോൾ സുനിൽ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത്രയും ഗൗരവത്തിലുള്ള വിഷയം പറയുമ്പോൾ നിങ്ങൾ മറ്റ് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ പറയാനായി ഇങ്ങനെ വല്ലാതെ തിക്കുമുട്ടലുണ്ട്. ആ തിക്കുമുട്ടൽ എല്ലാം തീർക്കാനുള്ള ഒരു വേദിയില്ല. അത് ശരി. അട്ടിമറിക്കാനും അപ്പോൾ വേറെ കാര്യം ഉണ്ടെങ്കിൽ അത് പറയാം. ഇതും തെരഞ്ഞെടുപ്പ് ജനാധിപത്യം സുതാര്യമായിരിക്കും വളരെ മോശമായി, എന്ന വളരെ നിർബന്ധത്തോടു മോശമായി. കൂടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വലിയ കോൺട്രിബ്യൂഷൻ ആണ് ഉണ്ടായിരിക്കുന്നത് എന്നത് പറഞ്ഞു അതൊന്നും ഒരു വസ്തു പോലും പറയാതെ ഓക്കേ, നിങ്ങൾ ഉടനെ അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് എന്റെ- ബാക്കി നേതാക്കളെ എനിക്ക് എന്റെ പ്രതികരണമാണ്. പക്ഷം പറയാലോ? അല്ല, പറഞ്ഞോളൂ. എനിക്ക് എന്റെ വാദം പറയാലോ? അല്ല, വാദം എന്നുള്ളത് അപ്പോൾ അത് അട്ടിമറിക്കാനെന്ന വിഷയത്തിൽ ഒന്നിട്ടാവണം വാദം. അട്ടിമറിക്കാനാണ്. അത് false promise അട്ടിമറിയാണ്. ഞാൻ False പറയുന്നത് promise ഒക്കെ അപ്പുറത്തും ഇങ്ങോട്ടും എന്റെ പറയാനുള്ള നിലപാട് ഒരു പറഞ്ഞോളൂ, ഉണ്ടെന്നേ. പറഞ്ഞോളൂ, ചർച്ച എനിക്ക് ചെയ്യാം. സൗകര്യമില്ല. ഞാൻ ഈ അത് ശരി. ഈ വിഷയത്തിൽ എനിക്ക് പറഞ്ഞോ. ഗൗരവത്തിലൂന്നിക്കൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ മറുപടി ആ ഇല്ലെങ്കിൽ വിഷയത്തിൽ- മറുപടി ഇല്ലെങ്കിൽ എനിക്ക് സൗകര്യം മറുപടി പറയൂല. മറുപടി ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് ചർച്ച ചെയ്യാം. ഈ വിഷയത്തിൽ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടേ ഞാൻ സംസാരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പണം കൊടുത്ത് കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ BJP നടത്തുന്ന നീക്കങ്ങൾ ജനാധിപത്യത്തിന്റെ മുഖത്തടിക്കൽ തന്നെയാണ്. അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് നുണപ്രചരണം നടത്തി, ഫോൾസ് പ്രോമിസ് നടത്തി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള നീക്കം എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ വയനാട്ടിൽ വെള്ള പെയിന്റ് അടിച്ചൊക്കെ കേന്ദ്ര നിയമപ്രകാരമാണല്ലോ. ഏതാ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള പെയിന്റ് അടിച്ച കേന്ദ്ര അത് നിയമപ്രകാരം modification ആയിരുന്നു. ആണോ? പെയിന്റ് അടിക്കുന്നു, എന്തൊക്കെ മാറ്റങ്ങളാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് നടത്തിയിരുന്നത് അതെ. നിയമപ്രകാരമാണോ? അത് car നോക്ക്, അതൊരു modification. വിഷയമേ അല്ല. അതിപ്പോ എന്തിനാണ് സംസാരിക്കുന്നത് ചോദിക്കുന്നത്? അത് തെരഞ്ഞെടുപ്പ് സംസ്ഥാന അട്ടിമറിയെക്കുറിച്ച് സർക്കാരിന് സംസാരിക്കുമ്പോൾ കഴിയാത്ത തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് സാധിക്കാത്ത ഒരു സംസാരിക്കുമ്പോൾ കാര്യം ഞങ്ങൾ അല്ല, കാണുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടപ്പാക്കുന്നത് സംസാരിക്കുമ്പോൾ സമാനമാണ്. false promise ഒക്കെ അവിടെ വി.ഡി. ഇങ്ങോട്ട് സതീശന് അങ്ങോട്ടും പറയാൻ ഇങ്ങോട്ടും കഴിയും. എല്ലാവരും വാഗ്ദാനങ്ങൾ വാർത്തയുടെ നടത്തുന്നു. ഇന്നത്തെ എത്ര പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ആവശ്യമാണ് നടപ്പാക്കിയതിലൊക്കെ എന്ന് തർക്കമുണ്ട്. എന്ന് സുനിൽ പറഞ്ഞുകൊണ്ട് അഭിപ്രായമായിരിക്കും അങ്ങനെ എനിക്ക്. Yes, വാഗ്ദാനങ്ങൾ ശരി. എത്ര നടപ്പാക്കിയതിലൊക്കെ തർക്കമുണ്ട്. Okay, നടപ്പാക്കിയെന്ന് ശരി, പറയുന്നത് പല നടപ്പാക്കിയിട്ടില്ല എന്നൊരു തെളിവുകൾ ഇവിടെയുണ്ട്. അത് നമ്മൾ ശരി. മുമ്പത്തെ ദിവസം ചർച്ച ചെയ്തതാണേ. ശരി, ശരി, ഇവിടെ ശരി. തെരഞ്ഞെടുപ്പ് അട്ടിമറി ചർച്ച ചെയ്യും. ആന്റോ, yes. അല്ല, ഞാൻ ഈ പാലക്കാടത്തെ കാര്യത്തെക്കുറിച്ചിട്ട് ഇന്ന് ചർച്ച ചെയ്യേണ്ട, അല്ല ഞാൻ മിണ്ടണ്ട എന്ന് വിചാരിച്ചതാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ കേട്ടിട്ടില്ലേ? അതാണ് സത്യം. കാരണം എല്ലാ ദിവസവും എല്ലാ കളവും ഒരു ദിവസം പൊളിഞ്ഞു വീഴും എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുൻപ് ഞാനിത് അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് ഞാൻ അന്നത് ക്ലാരിറ്റിയോടുകൂടി വന്ന് പറഞ്ഞതാണ്. അപ്പോൾ കേരളത്തിലെ സൈബർ അറ്റാക്കൊക്കെ ആവശ്യത്തിൽ കൂടുതൽ അന്ന് ഞാൻ നേരിട്ടതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കേരളത്തിലൊരു ഇലക്ഷൻ വരുന്നു. 9 ഇലക്ഷനിൽ പങ്കെടുത്ത ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണ് പാലക്കാട്. അപ്പം എന്താണ് പാലക്കാടിൻ്റെ പ്രത്യേകത? കേരളത്തിലെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. പാലക്കാടിൽ നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, വന്ന് പ്രസംഗിക്കുന്നു. കോൺഗ്രസിൻ്റെ അവിടുത്തെ MLA ഒരു ലൈംഗിക പീഡന കേസിൽ പെട്ടിട്ട് മാറി നിൽക്കുന്നു. അവിടെ ശക്തമായ മത്സരം, BJPക്ക് ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് ശോഭാ സുരേന്ദ്രൻ വന്നിറങ്ങുന്നത്. അപ്പോൾ എന്താണ്, ഭയങ്കര ഹൈപ്പാണ് അവർക്ക് കിട്ടുന്നത്. ആ ഹൈപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹൈപ്പ് എന്ന് പറയുന്നത് പാലക്കാടത്തെ ജനങ്ങൾ ശോഭാ സുരേന്ദ്രൻ്റെ അല്ലെങ്കിൽ BJPനെ വിജയിപ്പിക്കും എന്നുള്ളൊരു ധാരണയുടെ പുറത്താണല്ലോ ആ ഹൈപ്പ് കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ A ക്ലാസ് മണ്ഡലമായി BJP പാലക്കാട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പാലക്കാട് തിരഞ്ഞെടുത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. രമേശ് പിഷാരടി വരുന്നു. അവിടെ വേറൊരു സ്ത്രീ പീഡന കേസ് വരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ്റെ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. വലിയ രീതിയിൽ പ്രൊപ്പഗൻഡ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങുന്നു. BJPയുടെ പ്രശ്നം അവിടെ നിൽക്കുന്നു. ഈ സമയങ്ങളിലൊന്നും ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും പാലക്കാട് നിന്ന് കാര്യമായ വാർത്തകളൊന്നും വരാത്തത്
എന്നുള്ളത്. ഞാൻ പേഴ്സണലി എന്താ അവിടുന്ന് വലിയ രീതിയിൽ വാർത്ത വന്നാൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി എന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ്, അതല്ല നമ്മുടെ തലയിൽ വന്ന് ചാടണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. എന്ത് വാർത്തയുണ്ടെങ്കിലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിച്ച് ഇങ്ങനൊരു സാധനം തന്നെ ആ ലോകത്ത് നടന്നിട്ടില്ല എന്ന് വന്ന് പറയാൻ പോകും എന്നുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് എന്താണ് ശോഭ പറയുക എന്നുള്ളത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം തന്നെ ഇല്ല, ഞാൻ പാലക്കാട് ജില്ലയിൽ തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ അവർ പറയും. അപ്പോൾ അതുകൊണ്ട് അത് വരും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് നമ്മളത് കാര്യമായി കൈകാര്യം ചെയ്തില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്, ശോഭനെ കുറിച്ചിട്ട് ശോഭനയ്ക്കെതിരെ ഒരു നേതാവ് ആരോപണം പറഞ്ഞിട്ടില്ല എന്ന് ഞാനത് കേൾക്കുമായിരുന്നു. ശോഭ തന്നെയാണ് എല്ലാം വെളുക്കാൻ വെച്ചത് പാണ്ടായി എന്ന് പറയുന്നത്. പുള്ളിക്കാരി പറഞ്ഞ് നേരെയാകുകയാണ്. ആദ്യത്തെ വീഡിയോ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാറിലിരിക്കുന്ന വീഡിയോ ആണല്ലോ ആദ്യം കാണുന്നത്. ആ കാറിലിരിക്കുന്ന ഈ ഡ്രൈവറായ കോൺഗ്രസ് നേതാവ് ചോദിക്കുകയാണ്, ശോഭ ചേച്ചി അപ്പോൾ അവർ എന്താണ് പിന്നെ അവിടെ 1-2 വീട്ടിൽ പൈസ കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടല്ലോ, മോശമല്ലേ പൈസ കൊടുക്കുന്നത് എന്നുള്ളത്. അതിനെന്താ പൈസ കൊടുത്തത് ഈ കുട്ടിയുടെ വല്യമ്മയാണ്. ഈ കുട്ടിയുടെ വല്യമ്മയാണ്. പൈസ കൊടുത്താൽ എന്താണ്, ഇത് ആ കുട്ടിയുടെ വല്യമ്മയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, ആരുടെ? ഈ കുട്ടിയുടെ. ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന കുട്ടിയാണ്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു പറയുന്നത് അറിയാം, നിങ്ങളെന്തിനാ ഫോട്ടോ എടുക്കുന്നത്, നിങ്ങളെങ്ങനെ ഫോട്ടോ എടുക്കുന്നത് പറഞ്ഞിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഈ പയ്യൻ്റെ അടുത്തേക്ക് വരികയാണ്. ഈ പുറകെ എന്നിട്ട് അവനോട് ചെയ്യാൻ പോണതാ ഫോൺ തട്ടിപ്പറിക്കാൻ വരുന്നു. ഇപ്പുറ സൈഡിൽ കൂടെ പ്രമീളാദേവി വന്നിട്ട് ഫോൺ തട്ടിപ്പറിക്കാൻ, പുറകിൽ കൂടെ വന്നിട്ട് പ്രമീളാദേവി വന്നിട്ട് ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ആ പയ്യൻ എന്ന് പറയുക ഒരു 23 വയസ്സല്ലേ ഉള്ളൂ. ഒരു 23 വയസ്സുള്ള പയ്യൻ വളരെ മാന്യമായിട്ട് ശോഭ ചേച്ചി എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഈ കാർ ഓടിക്കുന്ന കോൺഗ്രസ് നേതാവും ശോഭ ചേച്ചി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പോലും ശോഭ എന്ന് പറയുന്നില്ല, ശോഭ ചേച്ചി എന്നാണ് പറയുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നീ ആരാ എൻ്റെ സ്ത്രീയുടെ ഫോട്ടോ എടുക്കാൻ, നീ ആരാ, അതിൻ്റെ കരണം അടിച്ചു പൊട്ടിക്കും എന്ന് പറയുകയാണ്. അപ്പം ഇവരെന്താണ് അത് ചെയ്യേണ്ടത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്? പിന്നെ അവർ ശോഭ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയല്ലേ, നിങ്ങളിങ്ങനെ പൈസ കൊടുക്കാൻ പാടുമോ എന്നാണ് ചോദിക്കുന്നത്. അതവിടെ അവസാനിക്കുകയാണ്. ശരിക്കും ഇത് ഇത്രയല്ലേ വിഷയമുള്ളൂ. രണ്ടാമത്തെ വിഷയം എന്താണ്, ഈ സ്ത്രീ പോയി ഈ പിന്നെ സിമി പോയി ഇവർക്ക് പൈസ കൊടുക്കുന്നു, അവർ തിരിച്ചു വരുന്നു, ഇവർ പോയി ആ കൈ തുറന്നു നോക്കുന്നു, അതിൻ്റെ അത് പൈസ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയല്ലേ വിഷയമുള്ളൂ. സംഭവിച്ചത് എന്താ, ശോഭ വന്നിട്ട് ചോദിക്കുകയാണ്, ഏത് സ്ത്രീയാ? അപ്പോൾ പറഞ്ഞാൽ ഈ വെള്ള ചുരിദാറിട്ട സ്ത്രീ. അതിന് ആ സ്ത്രീ എവിടെ? എൻ്റെ വണ്ടിയിലുണ്ടായിരുന്നോ? ഞാനും പ്രവീണയും മാത്രമല്ലേ ആ വണ്ടിയിലുണ്ടായിരുന്നുള്ളൂ. അല്ല, എൻ്റെ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അല്ല, ആ വണ്ടിയിൽ വേറെ ആളുണ്ട്. എന്നാൽ പിന്നെ വിഷ്വൽ കാണിക്കേ. അപ്പോൾ കയറുന്ന വിഷ്വൽ പറഞ്ഞിട്ടില്ല, വിഷ്വൽ കാണിക്കേ. അപ്പോൾ വിഷ്വൽ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ വിഷ്വൽ കണ്ട ഇത് നിഴലല്ലേ എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ടോ അപ്പം വിഷ്വൽ ഉണ്ടെന്ന് മനസ്സിലാക്കി പുള്ളിക്കാരിക്ക്, അത് ഫോട്ടോ ഉണ്ടെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ കയറുന്ന വിഷ്വൽ കാണിക്ക്, ഇറങ്ങുന്ന വിഷ്വൽ കാണിക്ക് എന്ന് പറയുകയാണ്. അപ്പം കയറുന്ന വിഷ്വലില്ല, പക്ഷേ ഇറങ്ങുന്ന വിഷ്വൽ ഇവർ തന്നെ തള്ളി അതിലേക്ക് വെച്ചിട്ട് അടയ്ക്കുകയാണ്. നിങ്ങൾ പുറത്തിറങ്ങേണ്ടത് ശോഭയുണ്ട് അതിൻ്റെ അകത്ത്. എന്നിട്ട് എന്താ പറയുന്നത്, അയ്യോ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വരികയാണ്. പിന്നെ പറയുന്നത് എന്താണ്, അതാ സാധനം അവസാനിച്ചു. അത് കഴിഞ്ഞ് പറയുന്നത് എന്താ, നിങ്ങളുടെ കയ്യിൽ പൈസ കൊടുക്കുന്ന വിഷയമുണ്ടോ? മാധുവിൻ്റെ ചർച്ചയിൽ പ്രശാന്ത് ശിവൻ നിങ്ങൾ പൈസ കൊടുക്കുന്ന വിഷയമുണ്ടോ, അത് കാണിക്കുക എന്ന് പറയും. പൈസ കൊടുക്കുന്ന വിഷയം കാണിക്കുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല. പൈസ കൊടുക്കുന്നത്, ഇത് കയ്യിൽ വെച്ച് തുറന്ന് കാണിച്ചു കൊടുക്കുന്നവർക്ക് പൈസ വെച്ച് കൊടുക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? പൈസ കൊടുക്കുക മാത്രമല്ല കേട്ടോ, അവരെ ശബ്ദമുണ്ട്, പൈസ കൊടുത്തു കിട്ടോ എന്ന് പറയുന്നുണ്ട് ഇറങ്ങുമ്പോൾ, പൈസ കൊടുത്തു കിട്ടോ എന്ന് പറയുന്നത്. ഇതിന് ദൈവത്തിൻ്റെ കണ്ണാണിത്, മനസ്സിലായില്ലേ? ഈ മേലേന്ന് നോക്കുമ്പോൾ കറക്റ്റാണ്, ഒരെണ്ണം പോലും മിസ്സാവത്തില്ല. ആ കണ്ണിൻ്റെ ഭാഗത്തിൽ കിട്ടുന്നതാണ്. Meet the editors.